സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിംസിന്റെ പദ്ധതികൾ മാതൃകാപരമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ട്രെയിനിമാരുടെയും ഗവേഷണ ട്രെയിനികളുടെയും പാസിംഗ് ഔട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നവകേരള സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ഉപകാരപ്രദമാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരുമായും സഹകരിക്കുന്ന സ്ഥാപനമാണ് നിംസ് മെഡിസിറ്റി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ രംഗം ആരോഗ്യരംഗത്തിലെ പുത്തൻ പ്രവണതകളാണ്. ആരോഗ്യരംഗത്തെ പുത്തൻ പ്രവണതകൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നിരവധി ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ യന്ത്രങ്ങൾ, ആ യന്ത്രങ്ങൾ പ്രയോഗത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പരിജ്ഞാനം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നൈപുണ്യ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. സംസ്ഥാന നൈപുണ്യ വികസന മിഷനായിട്ടുള്ള കേസ് നിംസുമായി ചേർന്നുകൊണ്ടാണ് ബയോടെക്നോളജി മേഖലയിൽ ഒട്ടനവധി കോഴ്സുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ആദ്യ കോഴ്സാണ് ഇന്നിവിടെ ഇപ്പോൾ നടന്നു വരുന്നത്. തൊട്ടുപിറകെ 2 മാസത്തെയും 3 മാസത്തെയും 6 മാസത്തെയും കോഴ്സുകൾ ആരംഭിക്കും. സയൻസ് ബിരുദമുള്ള കുട്ടികൾക്കും നഴ്സിംഗ് ഇല്ലാത്തവർക്കും ഈ കോഴ്സ് ഗുണം ചെയ്യും. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ മെഡിക്കൽ സംബന്ധമായ ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നത്. ഇതിനൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയാണ് സ്വകാര്യ മേഖലയിൽ നിംസ് ഹോസ്പിറ്റലുകൾ പോലും സംരംഭകരുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് കേസ് മുഖാന്തരം ഇത്തരം കോഴ്സുകൾക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ മാറ്റമാണ് ഈ രംഗത്ത് വരുന്നതിന് വേണ്ടി കഴിയുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ കേസ് അക്രഡിറ്റഡ് ബയോടെക്നോളജി ഫിനിഷിംഗ് സ്കൂൾ നിംസ് സെന്റർ ഫോർ ജിനോമിക് സർട്ടിഫിക്കറ്റും പ്ലേസ്മെന്റ് ഓർഡർ വിതരണവും ബയോടെക്നോളജി ഗവേഷണ ട്രെയിനിംഗ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. നിംസ് മെഡിസിറ്റി MD ഫൈസൽ ഖാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിംസ് മെഡിസിറ്റിയിൽ ആരംഭിക്കുന്ന അതിനൂതനമായ അഡ്വാൻസ്ഡ് ആനിമൽ സെൽ കൾച്ചർ ലബോറട്ടറിയുടെയും വൺ ഹെൽത്ത് റിസർച്ച് പ്രോജക്ടിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ആശുപത്രിയിൽ സർക്കാരിന്റെ വ്യത്യസ്തമായ പദ്ധതികൾ കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ നിംസിന് കഴിയുന്നു എന്നത് അഭിമാനിക്കാവുന്ന നേട്ടമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, ഗവൺമെന്റ് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ഇവിടെ മുഖേന സാധാരണക്കാർക്ക് ട്രീറ്റ്മെന്റ് കിട്ടത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ഡിഗ്രി പരീക്ഷയും ഒക്കെ കഴിഞ്ഞ നിരവധി കുട്ടികളാണ് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകളിൽ പഠിക്കുവാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടുവാനും നമ്മുടെ കേരളത്തിൽ തന്നെ പരമാവധി ഇവർക്കൊക്കെ ജോലിക്ക് കയറുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട്. അതാണ് നമ്മുടെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഗവൺമെന്റ് ഒരു ശ്രദ്ധ ഇന്ന് ഏകാരോഗ്യത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ആരോഗ്യ മൃഗസംരക്ഷണ വനം മേഖല വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് വരും ദിവസങ്ങളിൽ വരുന്നത്. ഞങ്ങളുടെ ഈ ലാബ് വളരെ മെച്ചമായ നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലാബാണ്. കേരളത്തിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് എന്നറിയപ്പെടുന്ന ഒരു ലാബാണ്. ഞങ്ങൾ കേന്ദ്രത്തിൽ ചില നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ലാബിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാനതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഇന്ന് ഇനാഗുറേഷൻ ഓഫ് അഡ്വാൻസ്ഡ് ആനിമൽ സെൽ കൾച്ചർ ലാബ് ആണ് ഒന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർച്ച് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വിനോദ്, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എസ് നന്ദകുമാർ, ഡോക്ടർ റോയ് സ്റ്റീഫൻ, ഡോക്ടർ ഹെലൻ, ഡോക്ടർ അനീഷ് നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നിംസ് മെഡിസിറ്റി ജനറൽ മാനേജർ ഡോക്ടർ കെ സജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിംസ് ജിനോമിക് പ്രോജക്ട് മാനേജർ സോഫിയ നന്ദിയും പറഞ്ഞു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.